പ്രണോയിയുടെ മരണത്തെ തുടർന്ന് അടഞ്ഞുകിടന്നിരുന്ന പാമ്പാടി നെഹ്റു കോളേജ് തുറന്നു. കഴിഞ്ഞ ദിവസം തൃശൂർ ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിൽ വിദ്യാർത്ഥി സമരം ഒത്തുതീർപ്പാക്കിയതിനെ തുടർന്നാണ് കോളേജ് തുറക്കാൻ ധാരണയെത്തിയിരുന്നത്. ചെയർമാൻ കൃഷ്ണദാസ് അടക്കമുള്ള പ്രതികൾ ക്യാമ്പസിൽ പ്രവേശിക്കില്ലെന്ന ഉറപ്പിന്മേലാണ് പാമ്പാടി നെഹ്റു കോളേജിൽ അധ്യയനം ആരംഭിക്കുന്നത്. അതേസമയം കോളേജ് പ്രിൻസിപ്പലിന്റെയും PROയുടെയും മുറികളിൽ നിന്നും ഇന്നലെ രക്തക്കറ കണ്ടെത്തുകയും ചെയ്തു. ഇവ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി ഇപ്പോൾ നെഹ്റു കോളേജിന് മുന്നിൽ നിന്നും ലതീഷ് ചേരുന്നു. ലതീഷ്, എങ്ങനെയുണ്ട് വിദ്യാർത്ഥികൾ, ഒപ്പം അവിടുത്തെ അന്തരീക്ഷം, മറ്റു വിശദാംശങ്ങൾ? അജിംഷാദ്, വിദ്യാർത്ഥികളുടെ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് നെഹ്റു പാമ്പാടി കോളേജിൽ നടന്നു എന്ന് പറയുന്നതിൽ അധികമാവില്ല. മാനേജ്മെന്റിന്റെ വിലക്ക് ലംഘിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് ജിഷ്ണു പ്രണോയുടെ പേരുള്ള അനുശോചന യോഗം ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നത്. ജിഷ്ണുവിന്റെ ഘാതകരെ പിടികൂടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികളുടെ പ്രതിഷേധ പ്രകടനവും ഈ ക്യാമ്പസിനുള്ളിൽ നടന്നു. ഇപ്പോഴും വിദ്യാർത്ഥികൾ പ്രതിഷേധ യോഗം സംഘടിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ അനുശോചന യോഗം സംഘടിപ്പിക്കുകയാണ്. ജിഷ്ണുവിന്റെ പേരിൽ ടെക് ഫെസ്റ്റ് എന്ന ഒരു ടെക്നിക്കൽ ഫെസ്റ്റിവൽ കൂടി സംഘടിപ്പിക്കാൻ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ ഇവിടെ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ലോഗോ പ്രകാശനം, ഹോമോസ് എന്ന് പേരിട്ടിരിക്കുന്ന അതിന്റെ ലോഗോ പ്രകാശനമാണ് അല്പം മുമ്പ് ഇവിടെ നടന്നത്. വിദ്യാർത്ഥികൾ ഒറ്റക്കെട്ടായി അനുശോചന യോഗത്തിലും അതേപോലെ തന്നെ ഈ പ്രതിഷേധ പ്രകടനത്തിലും പങ്കെടുത്ത കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. ഈ ഘാതകരെ അറസ്റ്റ് ചെയ്യണം എന്ന് തന്നെയാണ് ഇവിടെ പ്രധാനപ്പെട്ട ആവശ്യം. അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. അന്വേഷണ സംഘത്തെക്കുറിച്ചോ അന്വേഷണ രീതിയെക്കുറിച്ചോ വിദ്യാർത്ഥികൾക്ക് ആർക്കും തന്നെ യാതൊരു പരാതിയുമില്ല. എന്നാൽ ഈ ആരോപണ വിധേയരായ ആളുകൾ ആരും തന്നെ ഈ ക്യാമ്പസിലേക്ക് എത്തില്ല എന്നുള്ള ഒരു ഉറപ്പാണ് ഈ കുട്ടികൾ ആവശ്യപ്പെടുന്നത്. അത് അവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. എനിക്ക് പിന്നിൽ കാണുന്ന വലിയ ഒരു കൂട്ടം കുട്ടികൾ ഒറ്റക്കെട്ടായി സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയായിരുന്നു. അക്ഷരാർത്ഥത്തിൽ സംഘടനാ സ്വാതന്ത്ര്യമോ യൂണിയൻ സംവിധാനമോ ഇല്ലാത്ത ഒരു സ്വാശ്രയ കോളേജിൽ ഒരു വിദ്യാർത്ഥിയുടെ ദാരുണമായ മരണം വേണ്ടി വന്നു ഇത്തരമൊരു പ്രവർത്തനത്തിന് കുട്ടികൾക്ക് മുന്നിട്ടിറങ്ങാൻ എന്ന് പറയുന്നതിൽ ഖേദമുണ്ടെങ്കിലും അത്തരമൊരു വലിയൊരു മുന്നേറ്റമാണ്, വിദ്യാർത്ഥികളുടെ മുന്നേറ്റം തന്നെയാണ് നമുക്കിന്ന് നെഹ്റു പാമ്പാടി കോളേജിൽ കാണാൻ കഴിഞ്ഞത്. അനുശോചന യോഗം ഇപ്പോഴും തുടരുകയാണ്. ലക്കിടിയിലെയും ലക്കിടി ജവഹർ കോളേജും അതേപോലെ തന്നെ പാമ്പാടി നെഹ്റു കോളേജിലും ഇന്ന് 40 ദിവസത്തിന് ശേഷം തുറന്നു പ്രവർത്തിച്ചിരിക്കുന്നു. അജിംഷാദ്, തീർച്ചയായും ലതീഷ്, ഒരുപക്ഷെ ജിഷ്ണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പീപ്പിൾ TV ഹാഷ്ടാഗ് ക്യാമ്പയിൻ തുടങ്ങുകയും അവിടുത്തെ ഇടിമുറിയെ സംബന്ധിച്ച് വലിയ വാർത്തയാവുകയും കേരളം ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഘട്ടത്തിലൊക്കെയും മുഖം മറച്ച് മാത്രം ക്യാമറയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാനേ നെഹ്റു കോളേജിലെ കുട്ടികൾക്കായിരുന്നുള്ളൂ. അവിടെ നിന്ന് ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിലേക്കുള്ള ദൂരത്തിൻ്റെ ആഴം വലുതാണ്. അങ്ങനെയാണെങ്കിൽ മാധ്യമ ഇടപെടലും സർക്കാരിൻ്റെ ഇടപെടലും ഒക്കെ വലിയ രീതിയിൽ സാധ്യമായിരിക്കുന്നു എന്ന് ഈ ഘട്ടത്തിൽ അനുസ്മരിക്കേണ്ടത് കൂടിയില്ലേ ലതീഷ്? തീർച്ചയായും അജിംഷാദ്, വിദ്യാർത്ഥികൾ ഒറ്റക്കെട്ടായി രംഗത്ത് വരികയും SFI പോലുള്ള ഒരു വിദ്യാർത്ഥി സംഘടന ഈ സമരത്തിന്റെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് വിദ്യാർത്ഥികൾക്കൊപ്പം നിൽക്കുകയും ചെയ്ത ഒരു സാഹചര്യം നമ്മൾ കാണുകയുണ്ടായി. രക്ഷിതാക്കളും ഒറ്റക്കെട്ടായി സമരത്തിന് പിന്തുണയുമായി എത്തി. രാപ്പകൽ സമരം പ്രഖ്യാപിച്ച് വിദ്യാർത്ഥി സംഘടനകൾ SFIക്ക് ശേഷം SFIക്കൊപ്പം മറ്റു വിദ്യാർത്ഥി സംഘടനകളും പ്രതിഷേധവുമായി രംഗത്ത് വന്നു. ചെയർമാൻ, നെഹ്റു ഗ്രൂപ്പിന്റെ ചെയർമാൻ കൃഷ്ണദാസിനെയും PRO സഞ്ജിത്തിനെയും ഉൾപ്പെടെയുള്ള ആളുകളെ പ്രതി ചേർക്കുന്ന സാഹചര്യം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇത്തരത്തിൽ അന്വേഷണം ഒരു നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ വിദ്യാർത്ഥികൾ അതിന് പിന്തുണയുമായി ഒറ്റക്കെട്ടായി മുന്നോട്ട് വന്നതിന്റെ ഒരു സാഹചര്യം കൂടി നമ്മൾ കഴിഞ്ഞ 1.5 മാസത്തോളം കേരളത്തിന്റെ വിവിധ ക്യാമ്പസുകളിൽ കാണുകയുണ്ടായി. ഇതിന്റെ അലയൊലികൾ മറ്റു ക്യാമ്പസുകളിലും ഇപ്പോഴും നമ്മൾ കാണുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിൽ വിദ്യാർത്ഥികൾ നമ്മൾ ഒന്നിച്ചു നിന്നാൽ നമുക്ക് ഇത്തരത്തിലുള്ള എല്ലാ അവകാശങ്ങളും നേടിയെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഇവിടെ സംസാരിച്ച ഓരോ വിദ്യാർത്ഥിയും പറയുന്നത്, ഓരോ വിദ്യാർത്ഥിനിയും പറഞ്ഞത്. അജിംഷാദ് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. മുഖം മൂടി മറച്ച് ജിഷ്ണുവിന്റെ മരണത്തിന്റെ 2ാം നാൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഈ കുട്ടികൾ തന്നെയാണ് യാതൊരു മുഖം മൂടിയുമില്ലാതെ ഈ മാനേജ്മെന്റിന്റെ ഓരോ വിദ്യാർത്ഥി വിരുദ്ധ സമീപനത്തോടും പ്രതികരിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടത് സ്വാതന്ത്ര്യമാണ്, ഞങ്ങൾക്ക് വേണ്ടത് നല്ല
നല്ല അന്തരീക്ഷത്തിലുള്ള പഠനമാണ് എന്നാണ് ഈ വിദ്യാർത്ഥികൾ ഇവിടെ പ്രഖ്യാപിച്ചത്. എന്തായാലും കോളേജ് തുറന്നതിലുള്ള ആഹ്ലാദം ഒട്ടും മറച്ചുവെക്കാതെ തന്നെ ജിഷ്ണുവിന്റെ മരണത്തിലുള്ള അഗാധമായ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ മാനേജ്മെന്റിന്റെ, നെഹ്റു ഗ്രൂപ്പ് മാനേജ്മെന്റിന്റെ ഇത്തരത്തിലുള്ള എല്ലാ ചെയ്തികളെയും ചോദ്യം ചെയ്യാനുള്ള ഒരു ആർജവം, ഒരു ശക്തി ഈ സമരത്തിലൂടെ വിദ്യാർത്ഥികൾ നേടിയെടുത്തു എന്ന് ഈ ഒരു അവസരത്തിൽ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. അത്ര വൈകാരികമായിരുന്നു വിദ്യാർത്ഥിനികളുടെ ഇവിടെയുള്ള അനുശോചന യോഗത്തിൽ അവർ സംസാരിച്ച കാര്യങ്ങൾ. അജിംഷാദ്, തീർച്ചയായും ഇടിമുറിയെ സംബന്ധിച്ചു കൂടി, അതായത് ഇടിമുറി അടക്കമുള്ള എല്ലാവിധ ദുഷ്പ്രവണതകളും അവിടെ പ്രഥമ ദൃഷ്ട്യാ തന്നെ നശിച്ചു അല്ലെങ്കിൽ ഇല്ലാതായി എന്ന് പറയാനാകുമോ ഇന്നവിടെ കോളേജിലേക്ക് പോകുമ്പോൾ? ഒപ്പം ജിഷ്ണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കൂടി പോയാൽ അവിടെ നിന്നും രക്തക്കറ അടക്കമുള്ള കാര്യങ്ങൾ ഇന്നലെ കണ്ടെത്തിയിരുന്നു, ഇടിമുറിയിൽ നിന്നും വൈസ് പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിന്നുമൊക്കെ. ലതീഷ്, ഇന്നലെ നിർണായകമായ തെളിവാണ് അന്വേഷണ സംഘത്തിന് ഈ ക്യാമ്പസിൽ നിന്നും ലഭിച്ചത്. വൈസ് പ്രിൻസിപ്പലിന്റെയും അതേപോലെ തന്നെ PROയുടെയും മുറിയിൽ നിന്ന് കണ്ടെത്തിയ രക്തസാമ്പിളുകൾ അന്വേഷണ സംഘം DNA പരിശോധനയ്ക്ക് അയച്ചു കഴിഞ്ഞു. ഈ DNA പരിശോധനയിൽ ജിഷ്ണുവിന്റെ രക്തമാണ് ഇവിടെ നിന്നും ഈ മുറിയിൽ നിന്നും കണ്ടെടുത്തത് എന്ന് വ്യക്തമാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ തെളിയുകയാണെങ്കിൽ കേസിൽ അത് വലിയൊരു വഴിത്തിരിവാകും. മനഃപൂർവ്വം കോപ്പിയടി എന്ന സംഭവം മനഃപൂർവ്വം ജിഷ്ണുവിനെ മേൽ അടിച്ചേൽപ്പിക്കുകയായിരുന്നു എന്ന് അന്വേഷണ സംഘം ഇതിനകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അതിന് ഉപോത്പലകമായ തെളിവുകൾ അന്വേഷണ സംഘം കണ്ടെത്തി കഴിഞ്ഞു. അതിൽ കൂടുതൽ കുടുംബം ആവശ്യപ്പെടുന്ന കൊലപാതകം നടന്നു എന്നാണ് ഞങ്ങളുടെ മകനെ ഈ മാനേജ്മെന്റ് അധികാരികൾ കൊലപ്പെടുത്തി എന്നാണ് വീട്ടുകാരുടെ ആരോപണം. ആ ആരോപണത്തിലേക്ക്, അല്ലെങ്കിൽ കൊലപാതകമാണ് നടന്നത് എന്നതിലേക്ക് വെളിച്ചം വീശുന്ന തെളിവുകൾ ഈ പറയുന്ന DNA പരിശോധനകളുടെ പുറത്തു വരുമെന്ന് തന്നെയാണ് വിദ്യാർത്ഥികളും ഈ ജിഷ്ണുവിന്റെ തീർച്ചയായും ലതീഷാണ് വിവരങ്ങൾ നൽകിയത്. ഏറെക്കാലം സമരത്തിന് ശേഷം എല്ലാ ആവശ്യങ്ങളും നേടിയെടുത്ത ശേഷം നെഹ്റു കോളേജിലെ വിദ്യാർത്ഥികൾ അവരുടെ പഠനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഒപ്പം ജിഷ്ണുവിനെ അനുസ്മരിച്ചുകൊണ്ട് അവർ വലിയ ആഘോഷപൂർവ്വം തന്നെയാണ്, ജിഷ്ണുവിനെ അനുസ്മരിക്കുന്ന ദുഃഖത്തോടൊപ്പം തന്നെ തങ്ങൾക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തെ വലിയ രീതിയിൽ ആഘോഷമാക്കിക്കൊണ്ട് തന്നെയാണ് അവർ ഇന്ന് കോളേജിൽ പ്രവേശിച്ചിരിക്കുന്നത്. കോളേജിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ലതീഷാണ് വിവരങ്ങൾ നൽകിയത്.